നിങ്ങളെപ്പോലെ പ്രതികാരമല്ല എൻ്റെ മാർഗം, സ്നേഹവും ക്ഷമയും ഒക്കെയാണ്. അതിലൂടെ ഞാൻ അവരെ കീഴടക്കും. അവരെ ഞാൻ എൻ്റെ സ്വന്തം ആക്കുകയും ചെയ്യും. അനന്തം മാഷെന്നൊരു അച്ഛൻ ഇപ്പോഴും ഉണ്ടല്ലോ, കാര്യമൊന്നുമില്ല. എന്നാലും എൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തലകുണിച്ച് അദ്ദേഹം തൻ്റെ മകളെയും പേരക്കുട്ടികളെയും എൻ്റെ കൈപിടിച്ച് ഏൽപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് രഘുവേട്ട. അപ്പം ശരി, ഇന്നത്തെ എൻ്റെ ശിക്ഷ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. നീ ചെവി നുള്ളിക്കോടാ. നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാടാ. നീ പുറത്ത് പറയുന്നതും പുറത്ത് കാണിക്കുന്നതൊന്നും അല്ല നിന്റെ ഉള്ളിലെ രൂപമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനാ ഞാൻ. നിനക്ക് എന്നോട് പകയാ. ആ പക തീർക്കാൻ നീ എന്ത് ചെയ്യും? കള്ളനെ പോലെ പുറകെ നിന്ന് കുത്തും, സ്നേഹം ഭാവിച്ച് കഴുത്തറക്കും. അതുകൊണ്ട് നിന്റെ വിനയത്തിന് സ്നേഹത്തിനൊന്നും രഘു വീഴാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനെന്ത് ചെയ്യാൻ? എനിക്ക് ആരോടും ഒരു പകയില്ല രഘുവേട്ട. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും, എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം, അതുമാത്രമേ ഉള്ളൂ. അതിന് രഘുവേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ നിങ്ങളുടെ കൂടെ ഞാനും നിൽക്കും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. അറിയോ, അതെ, ഇപ്പോഴും വൈകിട്ടൊന്നും രഘുവേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ കാര്യത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകും. എന്ത് പറയുന്നു? നിന്റെ കൂടെ ഒരുമിച്ച് പോകുന്നതിനൊക്കെ നല്ലതേ ഞാൻ ജയിലിൽ പോകുന്നത് തന്നെ. വെറുതെ വീമ്പ് പറഞ്ഞ് നിൽക്കാതെ പോടാ എൻ്റെ മുന്നിൽ. ശരി, ഞാൻ പോയേക്കാം. പണ്ടൊരിക്കലേ ഇന്ദ്രനും എന്നെ ഇതുപോലെ ഒഴിവാക്കി വിട്ടതാ, ഒരു നികൃഷ്ട ജീവിയെ പോലെ. എന്നെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു നടക്കുമായിരുന്നു. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ അവൻ എന്നെ തേടി വരേണ്ടി വന്നു. വിനയാ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പഴയതൊന്നും മനസ്സിൽ വെക്കാതെ അവനെ സഹായിക്കുകയും ചെയ്തു. അതെന്താണെന്ന് രഘുവേട്ടനും അറിയാലോ. അതുപോലെ ഒരു ദിവസം രഘുവേട്ടനും എൻ്റെ അടുത്ത് വരേണ്ടി വരും. അത് ഈ വിനയൻ്റെ ഒരു വിശ്വാസമാണ്. എന്നാ ശരി രഘുവേട്ട, കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.